മുസ്ലിം വിവാഹമോചന രീതിയായ തലാഖെ ഹസനിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 3 കമ്മീഷനുകളുടെ അഭിപ്രായം ഇപ്പോൾ സുപ്രീം കോടതി ആരാഞ്ഞിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പുറമെ ദേശീയ വനിതാ കമ്മീഷൻ, അതുപോലെ തന്നെ ദേശീയ ബാലാവകാശ കമ്മീഷൻ, ഈ 3 കമ്മീഷനുകളുടെയും അഭിപ്രായമാണ് സുപ്രീം കോടതി തേടിയിരിക്കുന്നത്. ഈ തലാഖെ ഹസൻ ഈ വിവാഹമോചന രീതി എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ, അതായത് 30 ദിവസത്തിനുള്ളിൽ 3 തവണ തലാഖ് ചൊല്ലി ഈ വിവാഹമോചനം നടത്തുന്ന രീതിയാണ് ഇത്. എന്നാൽ ഇത് ഈ മുസ്ലിം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായ രീതിയിൽ ഈ വിവാഹമോചനം നടത്തുന്നതിനുള്ള ഒരു സാധ്യതയാണ് ലഭിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയിരുന്ന ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ സുപ്രധാനമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ KM നടരാജനോട് ഈ തലാഖെ ഹസൻ ഈ വിവാഹമോചന രീതി സംബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നിവയുടെ അഭിപ്രായം മനസ്സിലാക്കി അല്ലെങ്കിൽ അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ട് കോടതിയെ അറിയിക്കുവാനാണ് ഇപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒക്ടോബറിൽ ഈ കേസിൽ വിശദമായ വാദം കേൾക്കുവാനും സുപ്രീം കോടതി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ മുത്തലാഖ് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിരുന്നു. അത് പിന്നീട് ക്രിമിനൽ കുറ്റമായി കേന്ദ്രം നിയമം പാസ്സാക്കുകയും ചെയ്തിരുന്നു. മുത്തലാഖ് എന്നാൽ ഈ ഒരേ ഇതിൽ തന്നെ, അതായത് ഒരേ സ്ട്രെച്ചിൽ തന്നെ 3 തവണ തലാഖ് ചൊല്ലി ഈ വിവാഹബന്ധം ഒഴിയുന്ന ഇതായിരുന്നു. പക്ഷേ തലാഖെ ഹസനിൽ ഈ 30 ദിവസത്തിൻ്റെ ഇടവേളയിൽ, അതായത് ഒരു മാസത്തിൻ്റെ ഇടവേളയിൽ 3 തവണ തലാഖ് ചൊല്ലി ഒഴിവാക്കുന്ന, വിവാഹമോചനം നേടുന്ന അല്ലെങ്കിൽ വിവാഹം ബന്ധമൊഴിയുന്ന ഒരു മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ആചാരം, ഒരു നടപടിയാണ്. അതിനെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം വനിതകൾ നൽകിയിരിക്കുന്ന ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഈ സുപ്രധാനമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്.